2025 വൈറലായിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയായിരുന്നു മുട്ട പൊരിച്ചത്. പല ചാനലുകളിലും കണ്ടിട്ടുണ്ട്, പലരുടേത് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു, പലരുടേതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ ഞാൻ വിചാരിച്ചത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് കേട്ടോ. അപ്പം ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് റെഡി ആവുമോ അതത് ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ചീനച്ചട്ടിയാണ് കേട്ടോ വേണ്ടത്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ട് ഒരു മുട്ട പുഴുങ്ങിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നാടൻ മുട്ട ഉണ്ടല്ലോ, അതല്ല ചെറുത്, അതാണ് പുഴുങ്ങിയിട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മുട്ട പൊട്ടിച്ചിട്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവാനായിട്ട് അനുവദിക്കണം. ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്താണ് ഇത് എന്താ പറയുക പാളിപ്പോവുക. അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ മുട്ട അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ആ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അതിൽ നിന്ന് ഇടർന്ന് പോവാതെ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം ഇത് മറിച്ചിടാൻ. അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അടിഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ ശേഷം മാത്രം തിരിച്ചിടാൻ നോക്കിയാൽ മതി. അടിഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞാൽ ഇത് തിരിച്ചിടാൻ എളുപ്പമാട്ടോ. പക്ഷേ ഒന്നും കൂടി മൊരിയാനായിട്ട് നമ്മൾ സമയം അനുവദിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഫ്ലോപ്പ് ആവില്ല തോന്നുന്നു. നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുവിധം മറിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ അടിഭാഗം ഒന്നും കൂടി നല്ല പോലെ വേവാനുണ്ട് കേട്ടോ. ഞാൻ അടിഭാഗം കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തു. കുറച്ച് സമയം കൂടി വെക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉൾവശമൊക്കെ ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ 2026 വേണമെങ്കിൽ ട്രൈ ട്രൈ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരിക്കും 3 മുട്ട വേണം. ഒരു മുട്ട പുഴുങ്ങിയതും 2 മുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഇതിന് 2 വശവും നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ആ പുഴുങ്ങിയ മുട്ട സെൻട്രലായിട്ട് വരണം. അപ്പോഴാണ് ഇത് ശരിക്ക് ഫ്ലോപ്പ് ആവാതെ കിട്ടി നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കുക. മുട്ട ബീറ്റ് ചെയ്തത് ഒഴിക്കുമ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യാൻ നോക്കുക. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അടിഭാഗം നല്ല മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് മറിച്ചിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തിരിച്ചിട്ടിട്ടും കുറച്ച് സമയം വേവിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ.